എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചിയുണ്ട്. ഇത് കാണാനായിട്ട് അമ്മച്ചിക്ക് ഭാഗ്യമുണ്ടായി. താങ്ക് യു. ഞാൻ 6 വർഷമായിട്ട് ഒമാനിലെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ജർമ്മൻ ഞാൻ ഡ്രീം ചെയ്തിട്ടേ ഇല്ല. ഡ്രീം ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ജോലി വിട്ടിട്ട് നമുക്കത് പഠിക്കുക, പിന്നെ അങ്ങോട്ട് പോവുക, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ടൈം അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാനൊന്നും എനിക്കൊരിക്കലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് അറിയാം എനിക്ക് ജർമ്മനി പോകണം, പക്ഷെ നമുക്ക് ഫിനാൻഷ്യലി അതിനുള്ളൊരു സപ്പോർട്ടൊന്നും എൻ്റെ ഫാമിലിയിൽ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യും, എനിക്കൊരു മാർഗം കിട്ടിയേ പറ്റൂന്ന് നോക്കുമ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവും അല്ല, പക്ഷെ അന്ന് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലാൻഡ്സ്റ്റൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ആദ്യമായിട്ട് ഞാനൊന്ന് കാണുക. അപ്പൊ ആ നമ്പറിൽ ഞാനൊന്ന് ചാറ്റ് ചെയ്തു. അപ്പൊ ആദർശ് അങ്ങനെ എന്തോ ഒരു പുള്ളിക്കാരനായിരുന്നു അന്ന് എടുത്തത്. അപ്പൊ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എന്താണ് മാം ഇങ്ങനെ ടിക്കറ്റൊക്കെ നമ്മൾ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനതങ്ങ് ഡ്രോപ്പ് ചെയ്തു. അതിന് പോലും എനിക്ക് അവസ്ഥയില്ലായിരുന്നു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ്. മാം ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് മാം, അത് യൂസ് ചെയ്യണം, മാമിന് അത് പറ്റും. അപ്പൊ പുള്ളി എന്തായാലും എനിക്ക് ആദർശിനോട് ബിഗ് താങ്ക്സ് ആണ്. കാരണം അന്ന് അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഈ ഗോഡ് ദൈവം വഴി നമുക്കൊരു എന്തോ എന്നെ പുഷ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാനപ്പം എന്ത് ചെയ്യും, ഇത് ഇനി 1 മാസത്തെ സാലറി നമ്മൾ അങ്ങോട്ട് മാറ്റിയാലാണ് ഞാനത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അമ്മച്ചിയോടാണ് ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ്. അപ്പൊ അമ്മച്ചി പറഞ്ഞ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ചെയ്യും. കാരണം അവിടെ നിന്ന് എനിക്കൊരു സപ്പോർട്ട് തന്നായിരുന്നു. അപ്പൊ അത് ഏറ്റവും വലിയൊരു പറയാൻ ഞാൻ മാക്സിമം ഞാൻ ടൈം എഫേർട്ട് ഇട്ടു. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ 1/2 മണിക്കൂറൊക്കെ കിടക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാരണം എൻ്റെ ഒരു എയിം ഒരു 1 ഇയർ ഉള്ളൂ ഞാൻ അവിടെ. അപ്പൊ ആ ഒന്നിനെയും കോൺട്രാക്ട് റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം. അപ്പൊ ഞാൻ ഈ 8 മന്ത്സ് ശരിക്കും ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ബിഗ് സക്സസ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്.